ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീം കോടതി വിധി പറയാനായി മാറ്റി. വിശാല ബെഞ്ചിലെ വാദങ്ങൾ പൂർത്തിയായി. കക്ഷികൾക്ക് കൂടുതൽ വാദങ്ങൾ ഈ മാസം 29-നകം രേഖാമൂലം സമർപ്പിക്കാം. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, അങ്ങനെ ഈ പുനഃപരിശോധനാ ഹർജികളിലെ എല്ലാ വാദങ്ങളും പൂർത്തിയായി. ഇന്ന് ആരുടെയൊക്കെ വാദങ്ങൾ നടന്നു കോടതിയിൽ? എപ്പോഴാണ് വിധി ഉണ്ടാവുക? പ്രജിൻ, നീണ്ട വാദമാണ് ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിശാല ഭരണഘടനാ ബെഞ്ചിൽ നടന്നത്. ഏതാണ്ട് 16 ദിവസമാണ് രണ്ടു കക്ഷികളും, അതായത് ഈ യുവതി പ്രവേശനത്തെ എതിർക്കുന്നവരും യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്നവരും വാദം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. ആദ്യം വാദം ഉന്നയിച്ചത് ഈ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവരായിരുന്നു. അതിൽ പ്രധാനമായി പലതരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അതായത് ആചാര സ്വാതന്ത്ര്യത്തിലേക്ക് കോടതിക്ക് ഇടപെടാൻ കഴിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ വാദം നടന്നത്. അതിനുശേഷമായിരുന്നു യുവതി പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് വാദം നടന്നത്. ഇത് പൂർത്തിയായ ശേഷമായിരുന്നു സംസ്ഥാന സർക്കാരും വാദം ഉന്നയിച്ചത്. എന്തായാലും 16 ദിവസത്തെ വാദം കേൾക്കലിനൊടുവിലാണ് അമിക്കസ് ക്യൂറിമാരുടെ റിപ്പോർട്ടും കോടതി കേട്ട ശേഷമാണ് ഇപ്പോൾ ഈ കേസിൽ വിധി പറയാനായി മാറ്റിയിരിക്കുന്നത്. ഇനി കൂടുതലായി എന്തെങ്കിലും കോടതിയെ ധരിപ്പിക്കാനുണ്ടെങ്കിൽ അത് ഈ മാസം 29-നകം രേഖാമൂലം സമർപ്പിക്കാം എന്നതുകൂടി ഇന്ന് ഭരണഘടനാ ബെഞ്ച്, വിശാല ഭരണഘടനാ ബെഞ്ച് അറിയിച്ചിട്ടുണ്ട്. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.